तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ പുതിയ 2-3 പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. ബാഹ്യേന്ദ്രിയങ്ങൾ 5 കരണങ്ങൾ 4 ഇരുളിൽ വഴിയെ ചരിച്ച് ജീവൻ തന്നെ കെടുത്തുപോരും. ജീവനു മേലും കൂട്ട് പഞ്ചേന്ദ്രിയങ്ങളായാൽ മേലും ഈ കൂരിരുട്ട നരകത്തിൽ തന്നെ വാഴാം. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ ചതിക്കുഴികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ മനുഷ്യജീവനെ ചതിക്കും. ചതിക്കുഴിയിൽ അവനെ വീഴ്ത്തി അവനെ നശിപ്പിക്കും. അതുകൊണ്ട് ബാഹ്യേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകരുത്. ബാഹ്യേന്ദ്രിയങ്ങൾ മാത്രമല്ല, കാരണങ്ങളും അവനെ ചതിക്കും. 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ കണ്ടതാണ്. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാവ്. പിന്നെ കാരണങ്ങൾ 4, അതായത് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ. അങ്ങനെ 9 തത്വങ്ങളും നമ്മളെ ഇരുളിൽ വഴിയെ ചരിക്കും. ഇരുട്ടിൻ്റെ വഴിയാണ് ഇവ ചരിക്കുന്നത്. അതായത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു. മനസ്സ് എപ്പോഴും വിഷയസുഖങ്ങളിൽ അഭിരമിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞുപോയി, ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പാഞ്ഞുപോയി മനുഷ്യൻ ആത്മീയമായ ഉയർച്ച നേടാതെ ഭൗതിക തലത്തിൽ മാത്രം ജീവിച്ച് അവസാനം എല്ലാ മഹാദുഃഖങ്ങൾക്കും അടിമപ്പെട്ട് ദുരിതപൂർണമായ ജീവിതം നയിച്ച് അവസാനം ചത്തൊടുങ്ങുന്നു. ഇതാണ് തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. ജീവനു മേലും കൂട്ട് പഞ്ചേന്ദ്രിയങ്ങളായാൽ, പഞ്ചേന്ദ്രിയങ്ങളാണ് ജീവന് കൂട്ടെങ്കിൽ മനുഷ്യജീവന് പഞ്ചേന്ദ്രിയങ്ങളാണ് കൂട്ടുകാരെ എങ്കിൽ ആ കൂട്ടുകാർ നമ്മെ ചതിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കൾ നല്ലവരായിരിക്കണം, പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾ നല്ലവരല്ല. അവർ നല്ലവരാണ്, അതോടൊപ്പം തന്നെ മഹാദുഷ്ടന്മാരുമാണ്. ദുഷ്ടതയുടെ വഴിയിലെ പോയാൽ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ നശിപ്പിക്കും. അതേപോലെ നന്മയുടെ വഴിയിലൂടെ പോയാൽ സാത്വിക ഗുണങ്ങൾ ഉണ്ടാക്കി നമ്മെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ലോകത്തേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്കും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾക്കും ഈ 2 തലങ്ങളുമുണ്ട്. ഇരുതല മൂർച്ചയുള്ള വാളാണത്. ആ വാളിൻ്റെ മൂർച്ചയുള്ള സൈഡിലൂടെ നാം കാലിൽ വച്ച് നടന്നാൽ നമ്മുടെ ചോര ഒലിച്ച് നാം മരണത്തിന് വിധേയമാകും. അതേസമയം തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ സാത്വിക ഭാവത്തിലേക്ക് നയിക്കുകയും ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപാധികളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളും 4 തത്വങ്ങൾ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും അതിൻ്റെ മൂലസ്ഥാനമായ ആത്മാവിൽ വിലയം പ്രാപിച്ച് ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് ആനന്ദവും സന്തോഷവും തരും. ഇതാണ് തിരുമൂലദേവൻ പറയുന്നത്. ജീവന് മേലെ കൂട്ട് പഞ്ചേന്ദ്രിയങ്ങളായാൽ, പഞ്ചേന്ദ്രിയങ്ങളുടെ ചതിക്കുഴികളിലൂടെ നാം നടന്നു പോയാൽ മേലും ഈ കൂരിരുട്ട നരകത്തിൽ തന്നെ വാഴാം. വീണ്ടും നമുക്ക് ഇരുട്ടാകുന്ന അന്ധകാരമാകുന്ന ആ നരകത്തിൽ തന്നെ ജീവിക്കേണ്ടി വരും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇന്ദ്രിയങ്ങളും അതേപോലെ
അതേപോലെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും നമുക്ക് വേണമെങ്കിൽ അവയെ ആത്മസാക്ഷാത്കാരത്തിനും ഉപയോഗിക്കാം. അതേസമയം നരകത്തിൽ വീഴുന്ന കൂരിരുട്ടാക്കി മാറ്റാനും ആ പഞ്ചേന്ദ്രിയങ്ങളും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും നമ്മെ കൂട്ടുകാരെ പോലെ ചതിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇരുട്ടിൻ്റെ വഴിയിലൂടെ പോകാതെ വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ പോകാൻ എപ്പോഴും നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ആത്മീയ ചിന്തയാണ്, ആത്മീയതയാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകം. ആത്മീയതയിലൂടെ സ്നേഹത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അൻപേ ശിവം എന്ന് നാം എപ്പോഴും പറയാറില്ലേ? ശിവൻ തന്നെയാണ് സ്നേഹം, സ്നേഹം തന്നെയാണ് ശിവൻ എന്ന തലത്തിലേക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ സാത്വിക ഭാവത്തിലൂടെയാണ് നയിക്കുകയെങ്കിൽ അവ നമ്മെ ആത്മസാക്ഷാത്കാരത്തിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നോക്കൂ, ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളടക്കം മനസ്സ്, ഒളിയാർന്ന ബുദ്ധിയും ചിത്തവും എല്ലാം അജ്ഞാനമെന്ന അഹങ്കാരമായാൽ ജീവനിൽ പടർന്ന് ആത്മബോധത്തെ നഷ്ടമാക്കുക തന്നെ ചെയ്യും. തദ്വാര കർമ്മവാസനകൾ ക്ഷയിക്കാതെ അജ്ഞാനം മേലും പെരുകി ജീവൻ നരകങ്ങളിൽ, 7 നരകങ്ങളുണ്ടെന്നാണ് പറയുന്നത്, 7 നരകങ്ങളിൽ പതിച്ച് ദുഃഖങ്ങളേറ്റ് വാങ്ങി മരിക്കേണ്ടി വരും എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും 7 നരകങ്ങളിൽ പെടാതെ ഇരിക്കണമെങ്കിൽ നാം പഞ്ചേന്ദ്രിയങ്ങളെ യഥാവിധം ശ്രദ്ധിച്ചുകൊണ്ട് അവയുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയിലൂടെ അവയെ സഞ്ചരിപ്പിക്കണം. കണ്ണ് എപ്പോഴും ഉൾക്കണ്ണിൻ്റെ കാഴ്ചയാണ് കാണേണ്ടത്. ചെവി എപ്പോഴും ഉൾച്ചെവിയുടെ ശബ്ദമാണ് കേൾക്കേണ്ടത്. ത്വക്ക് എപ്പോഴും ആന്തരിക ആത്മസ്പർശത്തിലാണ് മുഴുകേണ്ടത്. അപ്പോൾ അതുപോലെ ഗന്ധം എന്നുള്ളത് ഈശ്വര ഗന്ധമാണ് ഇവിടെ നാം അനുഭവിക്കേണ്ടത്. ആ സുഗന്ധം, ആ ഈശ്വരൻ്റെ ആത്മീയ ഗന്ധം നമുക്ക് സ്വന്തമാകണമെങ്കിൽ ആ മൂക്കിനെ നാം വേണ്ട പോലെ ഉപയോഗിക്കണം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നാം വേണ്ട പോലെ ഉപയോഗിച്ചാൽ മാത്രമേ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മെ ചതിക്കുഴിയിൽ പെടാതെ രക്ഷിക്കുകയുള്ളൂ എന്നാണ് തിരുമൂലദേവൻ ഈ മന്ത്രത്തിൽ പറയുന്നത്. ഇനി അടുത്ത പാഠൽ നോക്കൂ. ജാഗ്രത്തിൽ പ്രവർത്തിക്കും പഞ്ചേന്ദ്രിയങ്ങൾ, മനം ബുദ്ധിയും അഹങ്കാരമെന്നിട്ടും സ്വപ്നത്തിങ്കൽ മാനസം ബുദ്ധി അഹങ്കാരവും, സുഷുപ്തിയിൽ ബുദ്ധി അഹങ്കാരവും, തുര്യത്തിൽ അഹങ്കാരം മാത്രം. ഇനി ഓരോരോ തലത്തിലോ ഏതൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരുമൂലദേവൻ വളരെ വ്യക്തമായിട്ടിവിടെ പറയണം. ജാഗ്രത്തിൽ പ്രവർത്തിക്കും പഞ്ചേന്ദ്രിയങ്ങൾ. നാം ജാഗ്രത അവസ്ഥയിൽ, അതായത് നാം 3 അവസ്ഥകളെ പറ്റി പറഞ്ഞല്ലോ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ആ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ആ ജാഗ്രത അവസ്ഥയിൽ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ഉറങ്ങുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ സാധാരണ പ്രവർത്തിക്കാറില്ല. പക്ഷേ ജാഗ്രതയിൽ ഉണർന്നിരിക്കുന്ന ഈ അവസരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ തന്നെ മനം ബുദ്ധിയും അഹങ്കാരമെന്നിട്ടും പിന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും പ്രവർത്തിക്കും. അപ്പോൾ ജാഗ്രതയിൽ പഞ്ചേന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ജാഗ്രത അവസ്ഥയിലാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം വരുന്നത്. അതേപോലെ തന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ പ്രവർത്തനങ്ങളും വരുന്നത്. പിന്നെ സ്വപ്നത്തിൽ, ജാഗ്രത കഴിഞ്ഞാൽ പിന്നെ സ്വപ്നാവസ്ഥ. സ്വപ്നത്തിൽ മാനസം ബുദ്ധി അഹങ്കാരം, ഈ 3 എണ്ണമേ പ്രവർത്തിക്കൂ. പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. മറിച്ച് മാനസം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ 3 എണ്ണം സ്വപ്നത്തിൽ പ്രവർത്തിക്കും. പിന്നെ സുഷുപ്തിയിൽ ബുദ്ധിയും അഹങ്കാരവും പ്രവർത്തിക്കും. അങ്ങനെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി തലങ്ങളിൽ
എന്താ പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം, പിന്നെ സ്വപ്നത്തിൽ മാനസം ബുദ്ധി അഹങ്കാരം, പിന്നെ സുഷുപ്തിയിൽ ബുദ്ധിയും അഹങ്കാരവും പ്രവർത്തിക്കും. പിന്നെ നാലാമത്തെ അവസ്ഥയെ തുര്യത്തിൽ അഹങ്കാരം മാത്രമേ പ്രവർത്തിക്കൂ. ഇതാണ് നമ്മുടെ 4 അവസ്ഥകളിൽ സംഭവിക്കുന്ന പ്രവർത്തന പദ്ധതികൾ. നോക്കൂ, ജാഗ്രതത്തിൽ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും പ്രവർത്തിക്കുമ്പോൾ സ്വപ്നത്തിൽ മാനസവും ബുദ്ധിയും അഹങ്കാരവും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. സുഷുപ്തിയിലാകട്ടെ ബുദ്ധിയും അഹങ്കാരവും, തുര്യത്തിൽ അഹങ്കാരം മാത്രം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ജീവജ്ഞാനം എന്ന അഹന്ത അഴിയാത്ത ജീവൻ്റെ തുരീയാതീത സുഷുപ്തി അഥവാ ശരീരത്യാഗം, ശബ്ദാദി കരണങ്ങളടങ്ങാത്ത ശബ്ദാദി കാമ്യ നിലയിലായിരിക്കും. ആകയാൽ ശബ്ദാദികളടങ്ങാത്ത സൂക്ഷ്മജീവൻ സുഷുപ്താവസ്ഥ എന്ന ശരീരപദാനന്തരം വീണ്ടും ജീവജ്ഞാനത്തിൽ പതിക്കുമാറ് ജന്മം കൈവരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് അനേകം ജന്മങ്ങളും മരണങ്ങളും ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ജാഗ്രത അവസ്ഥയിൽ വിഷയജ്ഞാനം മാത്രം അടങ്ങിയ സ്ഥൂലബോധം മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ സ്വപ്നാവസ്ഥകളില്ലാത്ത സൂക്ഷ്മജീവൻ്റെ പ്രജ്ഞ സുഷുപ്തിയിലായിരിക്കും. സൂക്ഷ്മാവസ്ഥയും ലയിച്ചാൽ പിന്നെ അവിദ്യയടങ്ങിയ മനസ്സും അഥവാ ചിത്ത ആകാശവും ശേഷിക്കും. ചിത്താകാശമെന്ന കാരണങ്ങൾ അടങ്ങുമ്പോൾ ചിതാകാശത്തിലെ തുര്യാതീതമായ പ്രജ്ഞാപ്രതിഷ്ഠിത നില കൈവരിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെ നമ്മെ ചതുക്കുഴിയിൽ കൊണ്ട് തള്ളുന്നു, അങ്ങനെ ജനന മരണങ്ങൾക്ക് വിധേയമാക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ സിദ്ധകവികളും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പട്ടണത്ത് പിള്ളയാരുടെ അകവൽ കവിത പരിശോധിക്കാം. അകവൽ കവിത എന്ന് വെച്ചാൽ നശ്വര ജീവൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇവിടെ പട്ടണത്ത് പിള്ളയാർ പാടുന്നത്. നമുക്ക് നോക്കൂ. പീളയും നീരും പുറപ്പെടും ഒരു വഴി, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. പട്ടണത്ത് പിള്ളയാർ ആക്കവൽ കവിതകളിൽ പാടുകയാണ്. ആക്കവൽ കവിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നശ്വര ശരീരത്തിൻ്റെ ജീർണ അവസ്ഥയെപ്പറ്റി പാടുന്ന പാട്ടുകളെയാണ് ആക്കവൽ കവിതകൾ എന്ന് പറയുന്നത്. ആ അകവൽ കവിതയിൽ പറയുകയാണ്, പീളയും നീരും പുറപ്പെടും ഒരു വഴി. നമ്മുടെ ശരീരത്തിൽ നിന്ന് പീളയും നീരുമാണ് എപ്പോഴും ഒരു വഴിയിലൂടെ പുറപ്പെടുന്നത്. പിന്നെ മീളും കരട് വെളിപ്പെടും ഒരു വഴി, ചെളിയും നീരും ചീറ്റും ഒരു വഴി, ഉമിനീർ ലസിക ഒഴുകും മറ്റൊരു വഴി, പിന്നെ വളിയും മലവും ചേരും ഒരു വഴി, ചലവും ചീയലും ചൊരിയും ഒരു വഴി, ഉള്ളിലായി തങ്ങി വെളിപ്പെട്ട് നാറും ഈ ചട്ടകം, ഒടുവിൽ ചുട്ട് എല്ലായി തീരും. അവസാനം അഗ്നിക്കിരയാകുമ്പോൾ ശരീരം കേവലം എല്ല് മാത്രമായി അവശേഷിക്കും. അങ്ങനെ അനേകം നീർച്ചാലുകൾ ഒഴുകുന്ന വഴികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ നീർച്ചാലുകളാകട്ടെ ഏതാണ്? പീളയും നീരും കരടും ചളിയും എല്ലാം ഉമിനീരും എല്ലാം അടങ്ങിയ ആ വഴികളാണ്, നീർവഴികളാണ് ഇവിടെ നാം കാണുന്നത്. മലഞ്ചോരും വഴി, പിന്നെ ചലവും ചീയലും ചൊരിയും ഒരു വഴി,
ഉള്ളിലായി തങ്ങി വെളിപ്പെട്ട് നാറും ഈ ചട്ടകം. അപ്പോൾ ഈ ചട്ടകം എന്ന് പറയുന്ന ഈ ശരീരം എന്ന് പറയുന്നത് നാറുന്ന ഒരു ശരീരമായി, അഴുക്ക് ചാലുകളുടെ ഒരു കൂമ്പാരമായി മാറുന്നു എന്നാണ് പട്ടണത്ത് പിള്ളയാർ ഈ കവിതയിൽ നമ്മളോട് പറയുന്നത്. ഇതുതന്നെ തിരുമൂലദേവൻ ഒന്നാം തന്ത്രത്തിൽ പാടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്നാം തന്ത്രത്തിൽ പ്രധാനമായിട്ടും നശ്വര ദേഹത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം പാടിയത് നാം കണ്ടിട്ടുണ്ട്. നോക്കൂ, നാട്ടിന് നായകനായ മന്ത്രിയായ ഒരാൾ അവസാനത്തെ അവസ്ഥ എന്താ നോക്കൂ. നാട്ടിന് നായകൻ താൻ, ഭവനാധിപൻ താൻ, കാട്ടുമഞ്ചത്തിൽ കാട്ടിൽ അന്ത്യത്തിൽ പുറപ്പെടും, നാട്ടുകാർ ചെല്ലവേ മുൻ പാഴ്പറ കൊട്ടവേ മുൻനാട്ടിൽ പ്രമാണി അന്ത്യയാത്രയും നടത്തിടും. അവസാനം മരിക്കുമ്പോൾ എന്താണ്, ഈ നാട്ടുപ്രമാണിയെ കാട്ടുമഞ്ചത്തിൽ എടുത്തുകൊണ്ട് കാട്ടിൽ കൊണ്ട് പാഴ്പറ കൊട്ടിക്കൊണ്ട് അയാളെ ദഹിപ്പിക്കും. അപ്പോൾ നോക്കൂ, ആർത്തഴും മക്കളും തൻ കാന്തയും ജ്ഞാതിമാരും തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ആശ്വസിച്ച് ഒഴിഞ്ഞു പോകും എന്നാണ്. അവസാനം അവർ വെള്ളത്തിൽ കുളിച്ചിട്ട് എല്ലാ ഓർമ്മകളെയും കഴുകി കളഞ്ഞിട്ട് അവർ സ്വസ്ഥമായി വീട്ടിലേക്ക് പോകുന്നു. ഈ അജ്ഞാന ഭൂമികളെക്കുറിച്ചിട്ട് തിരുമൂലദേവൻ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. 7 അജ്ഞാന ഭൂമികളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നോക്കൂ, ബീജജാഗ്രം, ജാഗ്രം, മഹൽ ജാഗ്രം, ജാഗ്രത സ്വപ്നം, സ്വപ്നജാഗ്രം, സുഷുപ്തി എന്ന 7 അജ്ഞാന ഭൂമികളെക്കുറിച്ചിട്ട് ഇവിടെ തിരുമൂലദേവൻ പറയുന്നുണ്ട്. നോക്കൂ, ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ബീജജാഗ്രം, സാമാന്യമായി താൻ ഉണ്ടെന്നും തൻ്റെ വൈഭവങ്ങൾ ഇന്നതാണെന്നും എന്നാൽ ഒന്നും നല്ലതുപോലെ വിളക്കപ്പെടാതെയും ഇരിക്കുന്ന അവസ്ഥയാണ് ബീജജാഗ്രം. പിന്നെ ജാഗ്രം എന്ന് പറയുന്നത് തന്നെപ്പറ്റി തനിക്ക് തന്നെ അറിയാമെന്നുള്ള ഭാവനയോടു കൂടിയിരിക്കുന്ന അവസ്ഥ, താൻ ഈ കാണപ്പെടുന്നതിൽ നിന്നും വ്യത്യസ്തനാണെന്നുള്ള അവസ്ഥ ബോധപ്പെടുന്നു. പിന്നെ മഹത് ജാഗ്രം, ജാഗ്രത അവസ്ഥയിലുള്ള അഹംഭാവേന 10 മടങ്ങ് ഇരട്ടിച്ചതായ അവസ്ഥ. പിന്നെ ജാഗ്രത സ്വപ്നം, ജാഗ്രത അവസ്ഥയിൽ തന്നെ താൻ അങ്ങനെ ചെയ്യും എന്ന് തൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് താൻ തന്നെ മേന്മ അടഞ്ഞവനായും പലതുകളെയും ചെയ്യുമെന്ന് ആകാശക്കോട്ട കെട്ടുന്ന അവസ്ഥയുമാണ് ഈ ജാഗ്രത സ്വപ്നം. അതായത് ഇല്ലാത്ത അവസ്ഥയെ ഉള്ളതായി അനുഭവിക്കുന്നു എന്ന് പറയാം. പിന്നെ സ്വപ്നാവസ്ഥ, ഉറക്കത്തിൽ ഉണ്ടാകുന്ന സ്വപ്നം. പിന്നെ 6ാമത്തേത് സ്വപ്നജാഗ്രം, ആ സ്വപ്നത്തിൽ തൻ്റെ അഭിമാനവും അഹംഭാവവും വിടാതെ അവിടെ പ്രവർത്തിക്കുന്നു എന്ന അറിവപ്പെടുന്ന അവസ്ഥയാണിത്. പിന്നെ 7ാമത്തെ സുഷുപ്തി, സകല തൻ്റെ ഇടവും വിട്ട് അവിദ്യയിലാണ്ട് കാരണലയ നിവൃത്തിയിലെത്തിയിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി. ഇത് 7 അജ്ഞാന ഭൂമികളാണ്. ഈ 7 ഭൂമികളും അജ്ഞാനം, ആവരണം, ഭ്രാന്തി എന്നിവകളെ വിശദമാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 7 ഭൂമികളും അജ്ഞാനം, ആവരണം, ഭ്രാന്തി എന്നിവകളെ വിശദമാക്കുന്നു. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.